അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങൾ, ഞാനിത് വന്നിരിക്കുന്നത് ഇത് വിചാരിക്കേണ്ട ഇയാൾക്കെന്ന വേറെ പണിയില്ലെന്ന് തോന്നണ്ട. ഞാൻ ഇത് പറയുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്. കാരണം എല്ലാവരും മൊബൈലിൻ്റെ ആൾക്കാരാണ്, യൂട്യൂബ് കാണുന്നവരാണ്, ഇൻസ്റ്റാഗ്രാം കാണുന്നവരാണ്, ഫേസ്ബുക്ക് എടുക്കുന്നവരാണ്, എല്ലാം ആണ്. അപ്പോൾ അതിലൊക്കെ കൂടുതലും കാണുന്നതും ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നതും അതുപോലെ തന്നെ ചില ഇൻ്റർവ്യൂവേഴ്സ് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ടങ്ങ് തരുന്നതും ഒക്കെ ഒരു ഗുണവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പഠിക്കാനൊന്നുമില്ലാത്ത ചില ആൾക്കാരാണ്. ഇത് കണ്ടിട്ട് ആർത്തട്ടസിക്കുന്ന, ഉല്ലസിക്കുന്ന, വാവ് സൂപ്പർ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. ഇത് നമ്മളിങ്ങനെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് അസൂയാന്നൊക്കെ പറയും. അല്ല, ഒരുപാട് മക്കൾ കണ്ട് പഠിച്ചു പോകുന്ന ചില ഒന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ തൊപ്പിയുടെ ഒരു ഗ്യാങ് വന്നിരിക്കുകയാണ് അല്ലേ. എന്താ പറയുക, MRZ ഒരു ഗ്യാങ് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരു മമ്മു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓടുന്നൊരു വീഡിയോ ആണ്. ഉസ്താദുമാരെ ദർസിനെ കുറിച്ചും ഉസ്താദുമാരെ കുറിച്ചും അവൻ വേണ്ടാത്ത പുലമ്പ് പറഞ്ഞത്, അതിന് തൊപ്പിയോനെ ഒഴിവാക്കുന്നത് പറഞ്ഞ ഒരു നാടകം അവർ കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് കുറേ ആൾ വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളത്. അറിയാതെ പോകുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ബഹുഭൂരിഭാഗം ആൾക്കാർക്കും അതറിയുകയും ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇവർക്ക് വീണ്ടും സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വീണ്ടും വിജയിപ്പിക്കുന്ന, ഇവരെ എന്താ പറയുക, പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം വന്നെന്നറിയാം, മുസ്ലിമാണ് അല്ലേ, ദർസ് പഠിച്ചെന്നൊക്കെ പറഞ്ഞേക്കാണ്, അള്ളാഹു ആലം, സ്വന്തം ഉമ്മാക്ക് പോലും വില കൊടുക്കാതെ തമാശക്ക് പറയുന്നതായിരിക്കാം, പക്ഷെ ജനങ്ങളുടെ മുന്നിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. നോക്കണേ. നടക്കൂല മോനെ, നിന്റെ ഉമ്മാനെ നിന്റെ ഉമ്മാനോട് ഞാൻ പറയും. ഉമ്മ അറിയുന്നില്ല. ലൈവിലാണ് മൈലുള്ളത്. നീ മൈല് വർത്താനം പറയല്ലോ. ഒരു വായിന്ന് വരുന്ന തെളിയൊന്ന് കേട്ടോക്കെ. ഫോൺ ഉപയോഗിക്കുന്ന എന്റെ ഉമ്മ റൂട്ടർ വെച്ചിട്ട് 15 റുപ്യൊക്കെ ഇതാണ്ട് എന്തിന് ആരും പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു പാക്കറ്റ് സിഗരറ്റ് കഴിച്ചു. ഇത് എന്തിനാ പറയുന്നത് വെച്ചാല്, അവർ വായിന്ന് വരുന്ന തെറികൾ എന്ത് പച്ച തെറിയാ വിളിക്കണേന്നറിയോ. ഇത് പറയുമ്പോൾ നമ്മളോട് ഇഷ്ടക്കേട് പലർക്കും തോന്നും. കാരണം ഇത് സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുന്നതിനുകൊണ്ട് നമ്മളോട് വെറുപ്പ് തോന്നുക. എന്തെല്ലാം വീഡിയോസുകൾ എല്ലാവരും ചെയ്യുന്നു, നമ്മളെല്ലാവരും വിളിച്ച് പറയല്ല. പക്ഷേ ഒരു ഗുണവുമില്ലാതെ ജനങ്ങൾക്ക് വളരെ മോശപ്പെട്ട എന്താ പറയുക കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നത് പോലുള്ള ആൾക്കാർ നിങ്ങൾ വിജയിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ പറയണത്. വേറെ എന്തെല്ലാം ആൾക്കാരുണ്ട് ഒരു ആരും ഉപദ്രവിക്കാത്ത, സ്വന്തം ഉമ്മാനെ കളിയൊക്കെ നട്ടിലിങ്ങനെ വെച്ചിട്ട് ഉമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വെച്ചിട്ട് എന്നിട്ട് വിളിക്കുന്ന തെറി കേട്ടോ പറയുന്നത്. പച്ചക്ക് ഇരുന്നിട്ടല്ലേ അല്ലേ, ഒരു കോമൺ എല്ലാം കാണുന്ന ഇതിലൊക്കെ ഇവരിങ്ങനെ പൊളിച്ച് തരും. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ തെറി പറയുന്നത്? സപ്പോർട്ടിങ് ഉള്ളത് കൊണ്ടാണ് അല്ലേ, സപ്പോർട്ടുള്ളത് കൊണ്ടാണ്. ഈ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞിട്ട് അതോ എനിക്ക് എന്തൊക്കെയായിപ്പോയി കാണാവൂ. ഒരു മീഡിയ സെക്ഷൻ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ എന്താ പറയുക, ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുക. ഓക്കെ, ഒരു ജനങ്ങൾക്ക് നന്മ ചെയ്ത ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ടാണെങ്കിൽ ഓക്കെ. ഇത് വരുന്നതൊക്കെ തോന്നിയാസം ചെയ്യുന്ന, പുളിച്ച തെറി വിളിക്കുന്ന, സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്ന ഇവരെയൊക്കെ ഇരുത്തിയിട്ടാണ് മഹാന്മാരാക്കണേ. ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ വരുന്നുണ്ട്. സ്വന്തം അമ്മയും അച്ഛനെയൊക്കെ ഒഴിവാക്കിയിട്ട് കണ്ട ചെക്കൻ്റെ കൂടെയൊക്കെ പോവുക, എന്നിട്ട് അവരെ രണ്ടാളും വിളിച്ച് ഇരുത്തിയിട്ട് മഹത്വവൽക്കരിക്കുക, അവരെ ഇരുത്തിയിട്ട് ഇൻവോൾവ് ചെയ്യുക. അയ്യോ എന്നൊക്കെ ആക്കുക. സ്വന്തം അമ്മ എന്നെ വിളിക്കലൊന്നുമില്ല എന്നൊക്കെ ഇപ്പോൾ സങ്കടം പറയുന്നൊരു പെണ്ണുണ്ട്, കീഞ്ഞു പോയിട്ടേ. അവരെ മഹത്വക്കളാക്കുക. ഇങ്ങനെയുള്ള ഈ വെറൈറ്റി മീഡിയ ഇവർക്കൊക്കെ നന്മ ചെയ്തൂടെ? എന്നിട്ട് കുറേ ഇൻഫ്ലുവൻസ് ആണെന്നൊക്കെ പറയും. എന്ത് മാങ്ങാത്തൊലേ ചെയ്യണേ. എന്നിട്ട് ഇതുപോലെ ആൾക്കാർ ഈ വീഡിയോസിനൊക്കെ എന്താ ഭയങ്കര കടങ്ങനെ കയറും മില്യൺ കണക്കിന്. കാരണം ഈ ചെയ്യുന്ന തോന്നിവാസാകുമ്പോൾ ആൾക്കാർ കാണാനുണ്ടാകുന്നു. പക്ഷെ ഈ ആൾക്കാർ കാണുന്നത് കൊണ്ട് ഇവർ വീണ്ടും 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 ചെയ്യുന്നത് എന്താണ്? ഇതുപോലെയുള്ള പുളിച്ച തെറികളും സ്വന്തം മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടുകാരെ അല്ലെങ്കിൽ കുടുംബക്കാരെ മറ്റുള്ള ആൾക്കാരെ തെറി പറയുന്ന ഒരു പിരാന്തനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഗെയിം കളിക്കുന്നതിനിടക്ക് എന്തെല്ലാം വിളിക്കുന്നതെന്നറിയാവോ? അതെന്തുകൊണ്ടാ? ആൾക്കാരിങ്ങനെ പണം അയച്ചു കൊടുക്കാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിണ്ടല്ലോ, പണം ഇങ്ങനെ അയച്ചു കൊടുക്കാൻ. നീ അത് ചെയ്ത, എന്നിട്ട് അവരെ തന്നെ തെറിയും വിളിക്കുകയാണ്, അവരെ വീണ്ടും വിജയിപ്പിക്കുകയാണ്. പറയുന്നത് ജനങ്ങൾക്ക്, നാട്ടുകാർക്ക്, നിങ്ങൾക്ക് ഉപകാരമുള്ള
കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഇത് തോന്നിയ വാസത്തിന് ഇതല്ലേ മക്കൾ കാണുന്നത്, ചെറിയ മക്കൾ കാണുന്നത്. കാരണം എന്തുകൊണ്ടാണ് മക്കൾ ഇത് തുറക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള ആൾക്കാരെ കിട്ടുക? എന്തുകൊണ്ടാണ്? ഇവരെ നിങ്ങൾ ടോപ്പിലേക്ക് കൊണ്ടുവരികയാണ് എല്ലാവരും കണ്ടിട്ട്. അവർ സൂക്ഷിക്കുക, ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ വളർത്താതിരിക്കുക. കാരണം നമ്മൾ കൊടുക്കുന്ന, നിങ്ങൾ കാണുന്നതും ഇപ്പം ഞാൻ നിങ്ങളൊക്കെ കാണുന്നത് കൊണ്ടാണല്ലോ അവർ വീണ്ടും വിജയിക്കുന്നത്. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അവരെ ചാനൽ ഒഴിവാക്കണം എന്നല്ല ഈ പറയുന്നത്. പക്ഷെ ഇതുപോലെയുള്ള വീഡിയോസുകൾക്ക് സപ്പോർട്ട് കൊടുക്കാതിരിക്കുക. അള്ളാഹു കാക്കട്ടെ.